ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, പൊക്കോളൂ. അവരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. Uncle, I beg of you. I don't want to put you in a problem. നാണാവുന്നിട്ട് തനിക്ക്. ഐ തോട്ട് യു ഹാവ് സം ഇന്റഗ്രിറ്റി. ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാനേജ് തുറന്നു. ഇനിയിപ്പോൾ ഇതെൻ്റെ ഈഗോയാണ്. യു ക്യാൻ ഗോ. പരിചയമുള്ള ഒരാൾക്കും ബിസിനസ് കൊടുക്കരുത്. ബുൾഷിറ്റ്. I'm sorry. 5 minutes ഞാൻ എല്ലാം റെഡിയാക്കാം. വണ്ടി എടുക്ക്. Wait. എന്താ? ഒന്ന് വണ്ടി എടുക്കാവോ? എന്താ? ഇവിടുന്ന് പോവാം. വണ്ടി എടുക്ക്. അപ്പൊ ഇത് ഇറക്കണ്ടേ? വേണ്ട. എന്താ? 5 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്യാം. പ്ലീസ് വണ്ടി എടുക്ക്. പ്ലീസ്. ഇത് ഞാൻ Why are you irritating me? എല്ലാം സ്പോയിൽ ചെയ്തിട്ട്. പറയുന്ന കള്ളോടന്ന് കേൾക്കുന്ന ആള് വിചാരിച്ച പിന്നെ എത്ര വലിയ സത്യമാണെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റേക്ക് എന്റെ ഭാഗത്താ. മിസ്റ്റേക്ക് തന്റെ ഭാഗത്ത് തന്നെയാണ്. അതല്ലാന്ന് ആരും പറയുന്നില്ല ഇവിടെ. എന്താ? ഡീസൽ അടിച്ചിട്ടില്ല അല്ലേ? So you decided to spoil everything. തുടങ്ങിയ 2 ബിസിനസ്സും ഫെയിൽ ആയിട്ട് മൂന്നാമതൊരെണ്ണത്തിന് ഇറങ്ങി തിരിച്ചതേ കുറെ പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാ. തോറ്റു മുമ്പ് പേടിച്ച് മാറിയിരിക്കാനുള്ളതല്ല ലൈഫെന്ന് കാണിച്ചു കൊടുക്കാനാ. ഇനി ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് എന്തിനാ? വിജയ് സൂപ്പർ എത്ര ഒച്ചത്തെ വിളിച്ചു കൂവിയാലും താ സൂപ്പർ ആവില്ല. സൂപ്പർ ആവണമെങ്കിലേ ഉള്ളിലൊരു വലിയ ഡി വേണം, ഡിസിപ്ലിൻ. ഞാനിങ്ങോട്ട് വരുന്ന വഴി ഞാൻ സ്റ്റക്ക് ആയി പോയി. ഒരു ആക്സിഡന്റ് ഞാൻ ഇറങ്ങണമായിരുന്നു. അരമണിക്കൂർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത എന്തായിരുന്നു കുഴപ്പം? ഇപ്പൊ പറയുമായിരിക്കും ഹോട്ടലിൽ സ്റ്റാർട്ടേഴ്സ് റെഡി ആവാൻ ലേറ്റ് ആയിന്ന് അല്ലേ? ഓക്കെ, ആ ബില്ല് എവിടെ? എടോ, ഈ സാധനം വാങ്ങിച്ച ഹോട്ടലിലെ ബില്ല് എവിടെയെന്ന്? വണ്ടിയുള്ള സാധനം തിരിച്ചേൽപ്പിച്ച 25% കാശ് എനിക്ക് തിരിച്ചു കിട്ടും. അത് വെച്ച് ഇന്ന് തന്നെ അങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് സെറ്റിൽ ചെയ്യാം. ബില്ലിതാ. ബില്ല് എന്തിയേ? ഇതൊന്നും ഹോട്ടലിൽ നിന്നല്ല. പിന്നെ ഇത് മുഴുവൻ ഞാൻ ഇന്നലെ ഉറക്കൊളച്ചിരുന്ന് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞതിന് താൻ എന്തെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടോ? അതല്ല പിങ്കി, കാശ് മിച്ചം വല്ലോണ്ട് ഡീസൽ അടിച്ച് വണ്ടി കൊണ്ടുവന്നിട്ടേക്ക്. ദാറ്റ്സ് ലാസ്റ്റ് ജോബ് ഫോർ യു. മക്കളെ ഫോണൊന്ന് ഇതാരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. എടോ ഗോവിന്ദ, ഇതെന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? ഇയാളുടെ ഒരു കസിന്റെ മകളുടെ എൻഗേജ്മെന്റ് ഇന്നലെ തൃപ്പൂണിത്തുറ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി വന്നതാ. ഇരിക്കടോ. എടോ, ഇവന്റെ പേര് ഞാൻ വിശാല്. ഇയാളിപ്പോ ഡൽഹിയിൽ ഒരു ഇൻഡോ അമേരിക്കൻ കമ്പനിയിലാണ്. ഇപ്പോഴാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു സിമിലർ കമ്പനിന്ന് നല്ലൊരു ജോബ് ഓഫറും വന്നിട്ടുണ്ട്. നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം ഇവനെ പറഞ്ഞു വിടാനെന്ന് ഞങ്ങക്ക് 2 പേർക്ക് നിർബന്ധമുണ്ട്. അല്ല, ഇവിടുത്തെ ആളെവിടെ? പൗർണമി മോളിലുണ്ട്, ഇപ്പൊ വിളിക്കാം. മോളെ പിങ്കി. ആരാ? ഡാഡിയാ. ഹലോ. മോളെ എവിടെയാ? ഞാൻ മെസ്സേജ് ഇട്ടിരുന്നല്ലോ. ഞാൻ ശ്രേയയുടെ കൂടെ ഒന്ന് പാർലറിൽ വന്നതാ. ഓക്കെ ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അയ്യോ, എന്ത് പറ്റി? ഒരു ഹാഫ് ആൻ അവർ ഞാൻ എത്തി. ഓക്കെ. You leaving now? ഡാഡിക്ക് എന്തോ വയ്യാന്ന്. Okay. I'll text you. Bye.
ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു. പ്ലീസ് ഇവിടെ ഒരു സീൻ ഞാനാണ് ഈ കൂടാതെ അബദ്ധമായിട്ട് കൂട്ടിയാൽ മതി. അബദ്ധം ഇതാണോ അബദ്ധം? പറയുന്ന കേൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഓ എന്നാ ആയിക്കോട്ടെ. ശരി രാധേ. അടുത്ത ആഴ്ച ഒന്നുകൂടി വരാം കേട്ടോ. ശരി ശരി. എന്റെ അച്ഛമ്മയാ. ഓ വേണുഗോപാൽ മേനോൻ. പിങ്കി ഇരിക്കട്ടോ മോളെ. ഇവന്റെ മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ഞാനങ്ങനെ വീടുകളിലോ ചടങ്ങുകൾക്കോ ഒന്നും പോകാറില്ല. പിന്നെ ഇവൻ പ്രയാസപ്പെട്ടിരിക്കുന്ന കണ്ടപ്പം കൂടെ വരണമെന്നും പിന്നെ മോളെ ഒന്ന് കാണണമെന്നും ഒക്കെ തോന്നി. എടാ അതങ്ങോട്ട് കൊടുത്തേക്ക്. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. പൈസ ഒറ്റയ്ക്ക് വിട്ടാലേ ആ കാശും താക്കോലും നിന്നിട്ട് ഒന്നും മിണ്ടാതെ ഇവനങ്ങ് പോകത്തേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒന്നും പറഞ്ഞ് ജയിക്കാനുള്ള സാമർഥ്യമൊന്നും ഇവനില്ല. ഇപ്പം ഇവിടുന്ന് പോയത് ഒരു പെണ്ണുകാണൽ കൂട്ടരാണെന്ന് മനസ്സിലായി. ഇവൻ പറഞ്ഞു മോക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ചു പോകാനൊന്നും ഒരു താല്പര്യവും ഇല്ലെന്ന്. പറഞ്ഞറിഞ്ഞിടത്തോളം ഈ മോളെ ഒരുപാട് എന്തൊക്കെയോ സ്വപ്നങ്ങളുള്ളവളാ. സമയമാവുമ്പോൾ അവള് പറഞ്ഞോളൂ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെ അറിവുള്ളവർക്കെങ്കിലും കഴിയണ്ടേ? ഒരു കടമ തീർക്കുന്ന പോലെ അവരെ കെട്ടിച്ചു വിടുന്നതിലല്ല, അവരുടെ മനസ്സിൽ എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞ് ഒരാളിൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നതിലാണ് വലിപ്പം കാണേണ്ടത്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ പിന്നാലെ ഡൈവോഴ്സ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് താനെ ഇല്ലാതായിക്കോളും. പിന്നെ മോളോടൊരു കാര്യം, ഇച്ചിരി മനുഷ്യപ്പെട്ടുള്ള ആരും ചെയ്യുന്നതേ ഇവനും ഒന്ന് ചെയ്തിട്ടുള്ളൂ. പരസ്പരം വിലയിരുത്താൻ തുടങ്ങിയാലേ ഇടയിലുള്ള ഈ സ്നേഹം ഒന്ന് നഷ്ടപ്പെടും. അതങ്ങനാ. നമുക്കിറങ്ങാം. ചായ എടുക്കാം. ഓ അതിനൊക്കെ ഇനി നേരം ഉണ്ടല്ലോ. മോക്ക് നല്ലതേ വരും കേട്ടോ. ശരി. വീരക്കാർ മേഘങ്ങൾ പെയ്യാനായി വന്താര പൂങ്കൊമ്പിൽ ആടാനായി പറയാതറിയാ ചിക്കൻ ഡ്രം സ്റ്റിക്സ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന് പഠിച്ചു. മഞ്ചാടി തുഞ്ചത്ത് ചാഞ്ചാടി നെഞ്ചോരത്തിന്നേതോ കാറ്റാടി തളിരായി മാറി. ഇതിൽ പെട്രോൾ അടിച്ചിട്ടില്ലേ? പെട്രോൾ ഇച്ചോണം പോരും. ആടാ വീട്ടിൽ നിന്ന് മതി മോളെ, ഇനി നീ ഇരുന്ന് കഴിക്ക. അമ്മയ്ക്ക് ഇഷ്ടമായോ? അസലായിട്ടുണ്ട് മോളെ, നല്ല സ്വാദ്. എന്തൊരു കോണ്ടിനെന്റൽ മണം. വാവ്, ബെസ്റ്റ് ടൈമിലാണ് ആന്റി. അച്ഛമ്മേ, ഭക്ഷണത്തിന്റെ മണം അങ്ങോട്ടടിച്ചോ? ഇത് എവിടുന്ന് കയറി വരുന്നു? ഈസി അച്ഛമ്മേ. നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? ഞാനങ്ങോട്ട് വരുമായിരുന്നു. എടാ മോളുണ്ടാക്കിക്കൊണ്ട് വന്നതാ, നല്ല സ്വാദുണ്ട്. നീ അങ്ങോട്ടിരുന്നേ. എനിക്ക് വേണ്ട. അങ്ങോട്ടിരിക്കടാ. ഇരുന്ന് കഴിക്കേ. അങ്കിളൊന്നും പറഞ്ഞില്ലല്ലോ. മോളെ, ഞാൻ ഇത്രയും രുചിയോടെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. നീ ഇതേതെങ്കിലും കുക്കറി ഷോയിൽ കണ്ടിട്ടുണ്ടാക്കിയതാണോ? കുക്കറി ഷോ തന്നെയാ. യൂട്യൂബിൽ 1500 വ്യൂസ് മാത്രമുള്ളൊരു ഷെഫിന്റെ വീഡിയോ നോക്കി ഉണ്ടാക്കിയതാ. ഫെയിൽഡ് ഷെഫ് അല്ലേ? അമ്മേ, ഇപ്പൊ ഫെയിൽഡ് ആണ്, പക്ഷെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കാര്യങ്ങളൊക്കെ മാറി മറി. അങ്കിൾ, ഞാനും വിജയം കൂടി ചെയ്യുന്ന ബിസിനസ് അധികം വൈകാതെ നല്ലൊരു ദിവസം നോക്കി റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. വി നീഡ് യുവർ ബ്ലെസ്സിങ്സ് അങ്കിൾ. അങ്കിളിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ എന്നും ഉണ്ടാവും. പക്ഷെ അതുമാത്രം പോരാ, ഇപ്പം കാണിക്കുന്ന ഈ ആവേശവും ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും ഒക്കെ എന്നും ഉണ്ടാവണം കേട്ടോ. കഴിക്കെല്ലാവരും.